പോരാട്ടം കനക്കും ഇന്നിപ്പോൾ സി പി ഐയിൽ നിന്ന് തുടങ്ങിയാണ് ആണെങ്കിൽ സി പി ഐ അവർക്ക് സാധ്യമായ നേരത്തെ എം വി നികേഷ് കുമാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അവർക്ക് സാധ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയിരിക്കുന്നു. പന്ന്യൻ നമുക്കറിയാം നേരത്തെ പലതവണ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ് പോയ നേതാവാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ നിന്ന് മാത്രമല്ല സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അല്പം മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നത് വേറെ പ്രധാനപ്പെട്ട നേതാക്കളെ മുന്നോട്ട് വയ്ക്കാൻ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. നേരത്തെ ജി ആർ അനിലിൻ്റെ പേരൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ 2005 പി കെ വിയുടെ മരണശേഷം പന്ന്യൻ രവീന്ദ്രൻ ജയിച്ച തെരഞ്ഞെടുപ്പ്, അതിനുശേഷം അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പിലും 3-ാം സ്ഥാനത്താണ് സി പി ഐ പോയിരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു. ആ മാറിയിരിക്കുന്ന തിരുവനന്തപുരത്ത് ഇപ്പോൾ പന്ന്യനാണോ യോജിച്ച സ്ഥാനാർത്ഥി എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ അതല്ലാതെ സി പി ഐയെ സംബന്ധിച്ച് മറ്റു വഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിൽക്കുന്നു. മറ്റൊന്ന്, ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ വിയോജിക്കുകയാണ്. ഒട്ടും ശക്തിയായ സ്ഥാനാർത്ഥിയല്ല ആനി രാജ എന്ന്. എങ്ങനെ ഭിന്നബിലിറ്റി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ആ പാർട്ടിയിൽ ഏറ്റവും സാധ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, ദേശീയ നേതാവാണ്, ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രതികരിക്കുന്ന, ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന നേതാവാണ്. മണിപ്പൂരിലടക്കം പോയി റിപ്പോർട്ട് തയ്യാറാക്കിയ നേതാവാണ്. അറിയാലോ, രാഹുലിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ്. പക്ഷേ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ പാർട്ടികൾ തമ്മിൽ മത്സരിക്കില്ല എന്നല്ലല്ലോ. കേരളത്തിലെ സാഹചര്യം വേറെയാണല്ലോ. ഇവിടെ രാഹുൽ മത്സരിക്കുന്ന വയനാട്ടിൽ മാത്രം മറ്റൊരു സാഹചര്യം കാണണമെന്ന് എങ്ങനെയാണ് പറയുക? രാഹുൽ അവിടെ മത്സരിക്കരുത് എന്ന് ബിനോയ് വിശ്വം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പലതവണ പറഞ്ഞു രാഹുൽ മത്സരിക്കാൻ പാടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന്. പക്ഷേ അവർക്കും അറിയാം അവിടെ മത്സരിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ദേശീയ പാർട്ടി ലെവൽ നഷ്ടപ്പെട്ട പാർട്ടിയാണ് സി പി ഐ. അപ്പോൾ അവരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. അപ്പോൾ അതാത് പാർട്ടികൾ അതാത് സാഹചര്യം നോക്കുന്നു. തൃശ്ശൂരിലെ കാര്യം, ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയല്ലേ തൃശ്ശൂരിനെ സംബന്ധിച്ച് സി പി ഐ നിർത്തിയിരിക്കുന്നത്. അവിടെ ത്രികോണ മത്സരമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ നേരത്തെ ടി എൻ പ്രതാപൻ അവിടെ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞ് ഒഴിഞ്ഞിരുന്നു നേരത്തെ പാർട്ടി നേതൃത്വത്തോട്. പിന്നീടാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി വന്നത്. അപ്പോൾ അവിടെ ശക്തമായ മത്സരമുണ്ട്. അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വരുമ്പോൾ അത് ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നീടുള്ളത് ഏതാണ്? മാവേലിക്കരയിലും യുവ നേതാവാണ്, ദളിത് റൈറ്റ് പറഞ്ഞു വരുന്ന നേതാവാണ്, AYF-ൻ്റെ നേതാവാണ്, പി പ്രസാദിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. അദ്ദേഹം അവിടുത്തെ ശക്തനായ നേതാവാണ്. നല്ല രൂപത്തിൽ തന്നെ പ്രതികരിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ചെയ്യുന്ന നേതാവാണ്. സി പി ഐയെ സംബന്ധിച്ച് അവർക്ക് സാധ്യമായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയിരിക്കുന്നു. സി പി എം ആയാലും മുതിർന്ന നേതാക്കളെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പടി മുന്നോട്ട് ഇടതുപക്ഷം പോയിരിക്കുകയാണ്, LDF എത്തിയിരിക്കുന്നു. അപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആലപ്പുഴയുടെ കാര്യത്തിൽ സംശയമുണ്ട് അല്ലേ? ആലപ്പുഴയിൽ ആരാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ സംശയമായി നിൽക്കുന്നത്. കണ്ണൂരിൻ്റെ കാര്യം സംശയം. കണ്ണൂർ പക്ഷേ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സുധാകരനായിരിക്കുമെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ അത് അവിടെ നിൽക്കുന്നു. പിന്നെ ഈ പറയുന്ന 3-ാം സീറ്റ് എന്ന വിഷയമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ PK കുഞ്ഞാലിക്കുട്ടി പരസ്യമായി തന്നെ നിലപാടിൽ മാറ്റമില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഹൈക്കമാൻഡ് ഇടപെടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. ഹൈക്കമാൻഡ് ഇടപെടുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കെ മുരളീധരൻ പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് M ഹസൻ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ സീറ്റിന് അവകാശമുണ്ട് ലീഗിനെന്ന് പറഞ്ഞാൽ അത് മുരളീധരൻ്റെ അഭിപ്രായമായിരിക്കും എന്ന് ഹസൻ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചർച്ചകളിലൂടെ ഒരു പക്ഷേ ലീഗ് ചിലപ്പം പിന്നാക്കം പോയേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഘട്ടത്തിൽ ഏതെങ്കിലും ഓഫർ വന്നുകൊണ്ട് അങ്ങനെ മാറാനാണ് സാധ്യത. കാരണം രാഷ്ട്രീയ സാഹചര്യം, ദേശീയ തലത്തിലെ സാഹചര്യം അതൊക്കെ ലീഗിനും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ എം നികേഷ് കുമാർ പറഞ്ഞ പോലെ വയനാട് വേണം, രാഹുൽ ഇല്ലെങ്കിൽ വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. രാഹുൽ ഉള്ളപ്പോൾ വയനാട് എന്നൊരു അഭിപ്രായം ലീഗിനുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ആ രൂപത്തിൽ നിൽക്കുമോ ലീഗ്? അത്രയും ഉറച്ച നിലപാട് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ ആൻറ്റി ഇൻകംബൻസി ഉള്ള ഘട്ടത്തിൽ കോൺഗ്രസിനെ വിട്ടുകൊണ്ട് മറ്റൊരു നിലപാടിലേക്ക് ലീഗ് പോകുമോ? രാഹുൽ ഇല്ലെങ്കിൽ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ലീഡ് ചെയ്യുന്നത് ആരായിരിക്കും? കെ സുധാകരനായിരിക്കും. രാഹുലാണല്ലോ ലീഡ് ചെയ്യുന്നത്. രാഹുലിന്റെ ഫിഗറിലാണല്ലോ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. വയനാട്ടിൽ രാഹുൽ ഇല്ലെങ്കിൽ ലീഗ് എന്ന് മാത്രമേ ലീഗ് പറഞ്ഞിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ഘടകം. പിന്നെ BJP-യിലേക്ക് വരുമ്പോൾ BJP തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയുടെ പട്ടിക ഇങ്ങോട്ട് തരണം, ഞങ്ങൾ അങ്ങോട്ട് തന്നോളാം കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പത്തനംതിട്ടയുടെ കാര്യത്തിൽ പത്തനംതിട്ട PC ജോർജ് ദേശീയ നേതൃത്വവുമായി നേരിട്ട് ചർച്ച നടത്തി ആ രൂപത്തിൽ പാർട്ടിയിലേക്ക് വരുന്നു. PC ജോർജിനെ വെട്ടാൻ ഇവിടെ നിന്ന് ശ്രീധരൻപിള്ളയുടെ പേര് കൊടുക്കുന്നു. അത് ചിലപ്പോൾ സ്വീകരിക്കപ്പെട്ടേക്കാം, ഇല്ലായിരിക്കാം. ഞാൻ പറയുന്നത് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ഒരു ഭിന്നത പ്രകടമാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാണ്. പ്രധാനമന്ത്രി അവിടെ എത്തി പ്രസ്റ്റീജ് മണ്ഡലമായി കണ്ടുകൊണ്ട് അവിടെ പ്രചാരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് എത്രത്തോളം വോയിസ് ഉണ്ട് എന്നൊരു പ്രശ്നം ഈ പദയാത്രയുടെ കാര്യത്തിൽ, അതെ, ആ പാട്ടിന്റെ കാര്യത്തിൽ പോലും പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി തന്നെ കേന്ദ്രമന്ത്രി ജാവ്ദേക്കർ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഏത് രൂപത്തിൽ, ഇതാണ് ഇവിടുത്തെ പാർട്ടി വളരാത്തതിന് കാരണം ഇവിടുത്തെ പാർട്ടി തന്നെയാണെന്നുള്ളതാണ് BJP-യെ സംബന്ധിച്ചുള്ള നിസ്സഹായാവസ്ഥ.
സ്മൃതിക്ക് എന്തോ ഒരു വിഷമമുള്ള എനിക്കോ? പാർട്ടിക്ക് വിഷമം. ഉണ്ണി ഞാൻ അവരുടെ നിസ്സായ നോക്കൂ ഇന്നിപ്പം Meet the editors.